ഹോട്ടലുകളിൽ നിന്നും നമ്മൾ നല്ല രുചിയുള്ള ഞണ്ട് റോസ്റ്റ് കഴിക്കാറില്ലേ? നമുക്കും ഉണ്ടാക്കാം നല്ല സ്വാദുള്ള രുചിയുള്ള ഞണ്ട് റോസ്റ്റ്. ഇതിൻ്റെ തോടിൽ എന്തെല്ലാം ചിത്രപ്പണികളാണല്ലേ. കണ്ടോ, ഇതിൻ്റെ കണ്ണാണിത്. പാടവരമ്പിലൊക്കെ ഇഷ്ടം പോലെ ഞണ്ടുണ്ടാവാറുണ്ട്. രാത്രിയായ കുറുക്കന്മാർ ഞണ്ടിനെ പിടിക്കാൻ വരും. അപ്പം ഞങ്ങൾക്കൊരു പാട്ടുണ്ട്. പാടത്തിറങ്ങി ഞണ്ടിനെ പിടിച്ചു കറുമുറ തിന്നു. അപ്പോൾ നമുക്ക് ഞണ്ട് വൃത്തിയാക്കാം കേട്ടോ. കാണുമ്പോൾ തോന്നും ഇത് നല്ല പ്രയാസമുള്ള കാര്യമാണെന്ന്. പക്ഷേ അത്ര പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. കൈ മുറിയാതെ നോക്കിയാൽ മതി. ഞണ്ടെടുത്ത് ആദ്യം ഈ ബാക്കിലുള്ള ഈ 2 ബലമില്ലാത്ത കാലുകൾ വെട്ടുക. പിന്നെ ഈ ചെറിയ കാലുകളുടെയൊക്കെ വെട്ടിക്കളയാം. ഈ മുള്ള് വേണ്ട, ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പൊളിച്ചാൽ മതി. കണ്ടോ, ഇതിൻ്റെ അകത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ടാവും, അത് കളയുക. ഇത്ര പണിയുള്ളൂ. ഞണ്ടിൽ ഉയർന്ന പ്രോട്ടീൻ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റാമിൻ B12, സെലിനിയം, ചെമ്പ്, സിങ്ക്, കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നീ ധാതുക്കളും വൈറ്റമിനുകളും അടങ്ങിയിരിക്കുന്നു. ഷെൽഫിഷ് അലർജി ഇല്ലാത്തവർക്ക് ഇതൊരു മികച്ച ഭക്ഷണമാണ്. കള്ളി പറഞ്ഞ ഉള്ളു മുഴുവൻ തോടാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് 3 സവാള അരിഞ്ഞതിട്ടു. ചെറുതാണെങ്കിൽ 4. കുറച്ച് ഉപ്പ് ചേർത്ത് തക്കാളി കൂടി ഇട്ട് ഒന്ന് നല്ല പോലെ വഴറ്റാം. കൂടെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് നന്നായി ഒന്നുകൂടി വഴറ്റണം. മറ്റ് മസാലകളിടാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി എല്ലാം ഇട്ട് ഒന്ന് നന്നായി വഴറ്റണം. മസാല വഴഞ്ഞിട്ടുണ്ട്, വല്ലാതെ മൊരിയണ്ട. ഇനി നമുക്ക് ഞണ്ടിടാം. ഞണ്ടിട്ട് മസാലകൾ യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കണം. മസാല എല്ലാ ഞണ്ടിലും ആയ ശേഷം ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി ഇളക്കി 1 സ്പൂൺ ചെറുനാരങ്ങാ നീര് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി അടച്ചു വെച്ച് 10 മിനിറ്റ് കൂടി വേവിക്കണം. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചൂടുള്ള ഞണ്ട് റോസ്റ്റ് വിളമ്പാം. ഇത് ചൂടോടെ കഴിക്കണം, അതാണ് ടേസ്റ്റ്. ഞണ്ട് കൊണ്ട് കുരുമുളകൊക്കെ അങ്ങനെ ഇട്ട് സൂപ്പ് ഉണ്ടാക്കി കഴിച്ചാലും നല്ല രുചിയാണ്. എൻ്റെ ഈ ചാനലും ഞണ്ട് കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ 100-150 ഗ്രാം കഴിച്ചാൽ മതി.